ഹലോ ആൻഡ് വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് പെയിൻറ്റ് എക്സ്പെർട്ടീസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പെയിൻറ്റ് ഫങ്ഷണൽ കാറ്റഗറിയിലെ ഓട്ടോമോട്ടീവ് പെയിൻറ്റിനെ പറ്റിയിട്ടാണ്. ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കുന്ന പെയിൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ചിലവാകുന്ന ഒരു കാറ്റഗറിയാണ് ഓട്ടോമോട്ടീവ് പെയിൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് ഓട്ടോമോട്ടീവ് പെയിൻറ്റിനെ പറ്റി തന്നെയാകാം. വണ്ടികളിൽ അടിക്കാനുള്ളതാണ് ഓട്ടോമോട്ടീവ് പെയിൻറ്റ്, അതായത് മെറ്റൽ സർഫസിൽ. പക്ഷേ ഈ ഓട്ടോമോട്ടീവ് പെയിൻറ്റിന് വേറെയും ചില ഉപയോഗങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗോ ഡയറക്ട്ലി ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ ഈ ഓട്ടോമോട്ടീവ് പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്ന സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഒരു വുഡൻ ഡോറാണ്. പ്ലൈവുഡ് കൊണ്ട് ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ മൈക്ക ഒട്ടിച്ച ഒരു ബാത്റൂം ഡോർ. ഈ ബാത്റൂം ഡോറിൽ എങ്ങനെയാണ് ഓട്ടോമോട്ടീവ് പെയിൻറ്റ് കൊണ്ട് ഫിനിഷിംഗ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുവരാം. ഫോളോ മീ. മൈക്ക ഒട്ടിച്ച ഈ വുഡൻ ഡോറ് വളരെ സ്മൂത്തായിട്ടുള്ളൊരു പ്രതലമാണ്. ഇതിൻ്റെ മുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില കോട്ടിങ്ങുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പെയിൻറ്റ് റിമൂവർ ഉപയോഗിച്ചു. താരാലാക്കിൻ്റെ പെയിൻറ്റ് റിമൂവിങ് സൊല്യൂഷനായിരുന്നു ആ പ്രോഡക്റ്റ്. ഈ വുഡൻ ഡോറിൻ്റെ ഘടകങ്ങളായ അതിൻ്റെ ഫ്രെയിം, അതിൻ്റെ ഷട്ടർ എന്നിവയിൽ ആവശ്യത്തിൽ കൂടുതൽ പാച്ചസും കുഴികളും ഗ്യാപ്പുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോസസ്സ്. ഇത് ചെയ്യുവാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അക്കായ് M14 മറൈൻ ഓട്ടോ പേസ്റ്റ് ഫില്ലർ എന്ന പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മെറ്റൽ പേസ്റ്റിനെ സ്മൂത്ത് ചെയ്യാനായിട്ട് നമ്മൾ 120ൻ്റെ ക്ലോത്ത് പേപ്പർ അഥവാ 120 ഗ്രിറ്റ് ക്ലോത്ത് പേപ്പർ ഉപയോഗിച്ച് ഇതിനെ ഉരച്ച് സ്മൂത്ത് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. 120ൻ്റെ ക്ലോത്ത് പേപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്ത ആ മെറ്റൽ പേസ്റ്റിന് മുകളിൽ നമുക്ക് വീണ്ടും NC പുട്ടി അപ്ലൈ ചെയ്യണം. NC പുട്ടി എന്ന് പറഞ്ഞാൽ നൈട്രോ സെല്ലുലോസ് പുട്ടി. ഈ പുട്ടി ഷീൻ ലാക്കിൻ്റെ D13 എന്ന തിന്നറിലാണ് ലയിപ്പിക്കേണ്ടത്. അങ്ങനെ ലയിപ്പിച്ച ഈ പുട്ടി നമ്മൾ സ്പ്രേ ഗൺ ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്യാൻ പോവാണ്. ഇങ്ങനെ NC പുട്ടി നമ്മൾ സ്പ്രേ ചെയ്യുന്നത് മൂലം നമ്മളുടെ ഈ സബ്സ്ട്രേറ്റിന് കൂടുതൽ ഒരു സ്മൂത്ത്നെസ് നമ്മൾക്ക് കിട്ടുന്നതാണ്. കാര്യം ഓട്ടോമോട്ടീവ് പെയിൻറ്റ് അടിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഫിനിഷ് ഗ്ലോസി ആയിട്ടുള്ളൊരു ഫിനിഷാണ്. അതിനാണ് നമ്മൾ ഇത്രയും കെയർഫുൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് സ്വീകരിക്കുന്നത്. അങ്ങനെ ഈ NC പുട്ടി സ്പ്രേ ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പാച്ചോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ചോക്ക് പൗഡർ ഉപയോഗിച്ച് ഈ NC പുട്ടിയുമായി അത് ചേർത്ത് എവിടെയെങ്കിലും ഉള്ള അണ്ടുലേഷൻസിൽ തേച്ച് പിടിപ്പിച്ച് അതിനെ ലെവൽ ചെയ്യുകയാണ് അടുത്ത പ്രോസസ്സ്. NC പുട്ടിയും ചോക്ക് പൗഡറുമായിട്ട് ചേർന്നിട്ടുള്ള പേസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ 120 ഗ്രിറ്റിൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് റബ്ബ് ചെയ്ത് സ്മൂത്ത് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ സബ്സ്ട്രേറ്റ് ലെവലിംഗ് തീർന്നു. ഇനിയും ഈ ലെവൽ ചെയ്തിട്ടുള്ള സർഫസിൻ്റെ മുകളിൽ നമുക്ക് പ്രൈമർ കോട്ട് അടിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് പ്രൈമർ സർഫേസർ അല്ലെങ്കിൽ PS വൈറ്റ്. ഈ പ്രൊഡക്റ്റ് നമ്മളെടുത്തതിന് ശേഷം അത് ഷീൻ ലാക്കിൻ്റെ D13 തിന്നർ ഉപയോഗിച്ച് ലയിപ്പിച്ച് അത് ഇതിന് മുകളിൽ സ്പ്രേ ചെയ്യേണ്ടതാണ്. പ്രൈമർ സർഫസിൽ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള തരികളുണ്ടെങ്കിൽ അത് കളയുവാൻ വേണ്ടിയിട്ട് 320 ഗ്രിറ്റിൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമ്മളതിനെ റബ്ബ് ചെയ്ത്
പോളിഷ് ചെയ്യേണ്ടതാണ്. ഈ സ്മൂത്തനിങ്ങിന് ശേഷം വീണ്ടും എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചെറിയ അണ്ടുലേഷൻസോ ചെറിയ കുഴികളോ ഒക്കെ കാണുകയാണെങ്കിൽ അവിടെ വീണ്ടും നമ്മൾ ടച്ചിങ് പുട്ടി, അതായത് നേരത്തെ പറഞ്ഞ പുട്ടി നമ്മൾ ഒന്നുകൂടി ടച്ച് ചെയ്ത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം പുരട്ടേണ്ടതാണ്. അങ്ങനെ പുരട്ടി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിനെ കട്ട് ചെയ്യേണ്ടത് വെള്ളം ഒഴിച്ച് വാട്ടർ കട്ട് ചെയ്ത് വേണം ആ പുട്ടി അവിടെ നിന്ന് സ്മൂത്ത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സർഫസ് പ്രിപ്പറേഷൻ, ലെവലിംഗ്, പ്രൈമിംഗ്, സ്മൂത്തനിങ് എന്നീ പ്രോസസ്സുകൾക്ക് ശേഷം നമ്മുടെ അവസാനത്തെ പ്രൊസീജിയറിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഫൈനൽ സ്റ്റെപ്പ് ഈസ് ഫിനിഷ് പെയിൻറ്റ്. ഈ ഓട്ടോമോട്ടീവ് പെയിൻറ്റിനെ നമ്മൾ ഈ ഡോറിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഈ ഓട്ടോമോട്ടീവ് പെയിൻ്റ് എന്ന് പറയുന്നത് പോളിയൂർത്തീൻ പെയിൻ്റാണ്. ഈ പോളിയൂർത്തീൻ പെയിൻറ്റ് PU തിന്നർ അഥവാ പോളിയൂർത്തീൻ തിന്നർ ഉപയോഗിച്ച് ലയിപ്പിച്ച് സ്പ്രേയർ ഗണ്ണിലൂടെ നമ്മൾ ഈ ഡോറിലേക്ക് സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ വിഷ്വൽസ് നിങ്ങൾ കാണുക. നിങ്ങൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് നമ്മുടെ നിത്യോപയോഗ ജീവിതത്തിൽ ഓട്ടോമോട്ടീവ് പെയിൻറ്റ് യൂസ് ചെയ്യുന്നത് എന്ന്. നമ്മുടെ വുഡൻ ഡോറിനെ നമ്മൾ ഒരു കാറ് ഫിനിഷ് ചെയ്യുന്നത് പോലെ നമ്മൾ ഈ ഓട്ടോമോട്ടീവ് പെയിൻറ്റ് ഉപയോഗിച്ച് നല്ല ഗ്ലോസി ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ഈ പെയിൻറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പെയിൻറ്റ് റിലേറ്റഡ് ടോപ്പിക്സിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. ദിസ് ഈസ് ദീപൂസ് കരേ സൈനിങ് ഓഫ് ഫ്രം Paint Expertise.